Hello, welcome to anooptube. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് എങ്ങനെയാണ് നമുക്ക് ന്യൂ ആൻഡ് ഡിലീറ്റ് ഓപ്പറേറ്റേഴ്സ് നമുക്ക് ഒരു ക്ലാസ് ആൻഡ് സ്ട്രക്ചറിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കിയത് ബേസിക് ആയിട്ടുള്ളൊരു ഇൻറ്റിജറിൽ നമുക്ക് എങ്ങനെയാണ് ന്യൂ ആൻഡ് ഡിലീറ്റ് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ക്ലാസ് ആൻഡ് സ്ട്രക്ചറിൽ നമുക്ക് എങ്ങനെയാണ് അത് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഫസ്റ്റ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കുന്നത് സ്ട്രക്ചറാണ്. അപ്പോൾ സ്ട്രക്ട് സ്റ്റുഡൻറ്റ് എന്ന് എഴുതി അതിനുശേഷം ഇതെല്ലാം സ്ട്രക്ചറിലെല്ലാം ബേസിക്കലി ഡിഫോൾട്ട് ആയിട്ട് എന്താ ഉണ്ടാവുക, പബ്ലിക് ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ ഞാൻ എന്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ മാത്രം ചെയ്യാണ്. ഇൻറ്റ് മാർക്ക് ആൻഡ് നെയിം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കി. ഓക്കെ, അതിനുശേഷം ഇതിൻ്റെ കൺസ്ട്രക്ടർ ഞാനിപ്പോൾ ചെയ്യുന്നില്ല. അപ്പോൾ ക്ലാസ് നമ്മൾ നോക്കുന്ന സമയത്ത് അതിൽ കൺസ്ട്രക്ടർ എല്ലാം നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് സ്ട്രക്ചറിൻ്റെ കാര്യമാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു പുതിയൊരു ഫംഗ്ഷൻ ഉണ്ടാക്കണം. വോയിഡ് മൈ ഫംഗ്ഷൻ 1 എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഫംഗ്ഷൻ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിനെ ഞാൻ ഇവിടെ നിന്ന് കോൾ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇവിടെ ചെയ്യുന്നത് ബേസിക്കലി ഒരു സ്ട്രക്ചർ സ്റ്റുഡൻറ്റിനുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിനെ നമ്മൾ ന്യൂ ആൻഡ് ഡിലീറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ നോക്കാൻ പോകണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പോയിന്റർ ഉണ്ടാക്കണം. എന്തിൻ്റെ പോയിന്റർ ഉണ്ടാക്കേണ്ടത്? സ്ട്രക്ചറിൻ്റെ പോയിന്ററാണ് ഉണ്ടാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രക്ചറിൻ്റെ ടൈപ്പ് ഏതാണ്? സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ സ്റ്റുഡൻറ്റിൻ്റെ ടൈപ്പാണല്ലോ നമ്മൾ ഉണ്ടാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബേസിക്കലി ഉള്ള ഒരു വേരിയബിൾ നമ്മൾ എങ്ങനെ ഉണ്ടാക്കുക? നമ്മളൊരു സ്റ്റുഡൻറ്റ് എസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കും. അതിനുശേഷം എസ് ഡോട്ട് മാർക്ക് ഈക്വൽ ടു 10 എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. അതിനുശേഷം എസ് ഡോട്ട് നെയിം ഈക്വൽ ടു അനൂപ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. ഇങ്ങനെയാണ് നമ്മൾ ബേസിക്കലി ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കുന്നത് അല്ലേ. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്കൊരു പോയിന്റർ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും? അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബേസിക്കലി കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാക്കിൽ ഇതിൻ്റെ അലോക്കേഷൻ നമ്മൾ ചെയ്യുന്നത് സ്റ്റുഡൻറ്റ് സ്റ്റാർ SPTR ഈക്വൽ ടു ആംപർസൻഡ് ഓഫ് എസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബേസിക്കലി ഒരു സ്റ്റാക്കിൽ നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയായിരിക്കും. അപ്പോൾ നമ്മൾ ഇനി നെക്സ്റ്റ് നോക്കുന്നത് ഇതിൻ്റെ വാല്യൂസ് എങ്ങനെ പ്രിൻറ്റ് ചെയ്യാമെന്നാണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? STDC ഔട്ട് ഓഫ്. ഓക്കെ, STDC ഔട്ട് ഓഫ് നമുക്ക് വാല്യൂ ആക്സസ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റാർ യൂസ് ചെയ്യണം അല്ലേ. അപ്പോൾ സ്റ്റാർ SPTR എന്ന് എഴുതും. അതിനുശേഷം ഡോട്ട് മാർക്ക് എന്ന് എഴുതും. അതേപോലെ തന്നെ സ്റ്റാർ SPTR ഡോട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാറിന് എഴുതിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുക. ഓക്കെ, അതിനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബേസിക്കലി ഇത് പ്രിൻറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഇവിടെ ഞാനൊരു സെമി കോളൻ ഇട്ടില്ല, അതിൻ്റെ പ്രശ്നമാണ്. ഓക്കെ, അതിനുശേഷം ./a ഡോട്ട് ഔട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 10 അനൂപ് എന്ന് പറഞ്ഞിട്ട് കിട്ടില്ലേ. അപ്പോൾ നമുക്ക് വാല്യൂ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാനിവിടെ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു സ്റ്റാർ എടുത്തു, അതിനുശേഷം ഒരു ഡോട്ട് എടുത്തു അല്ലേ. അപ്പോൾ ഈ സ്റ്റാറും ഡോട്ടും ഒരുമിച്ച് എടുക്കുന്നതിന് നമ്മൾ C++ൽ ഒരുമിച്ചൊരു ഓപ്പറേറ്റർ ഉണ്ട്. അതിനെ പറയുന്ന പേരാണ് ആരോ ഓപ്പറേറ്റർ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എഴുതുന്നത് ഒരു മൈനസ് ഇടും, അതിനുശേഷം ഒരു ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഇടും. ഓക്കെ, ഇതാണ് നമ്മുടെ ആരോ ഓപ്പറേറ്റർ എന്ന് പറയുക. അപ്പോൾ ഈ സെയിം സാധനത്തിന് നമുക്ക് എങ്ങനെ ആരോ ഓപ്പറേറ്റർ വെച്ചിട്ട് പ്രിൻറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് താഴെ കൊടുക്കുക. അതിനുശേഷം ഇത് നമ്മൾ ചെയ്യുന്നത് SPTR ആരോ മാർക്ക് ഇടുക, അതിനുശേഷം മാർക്ക്. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്താൽ മതി? ഈ സ്റ്റാറും ഡോട്ടും ഒരുമിച്ച് എഴുതുന്നതിനെ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? SPTR ഓഫ്, അതിനുശേഷം ആരോ മാർക്ക് ഇടുക, അതിനുശേഷം നെയിം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സാധാരണ നമ്മൾ എഴുതുക. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു ആരോ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞ സംഭവം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് സെയിം സാധനം തന്നെ നമുക്ക് ഇവിടെ റിപ്പീറ്റ് ചെയ്ത് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു കുഴപ്പമില്ല. നമ്മൾ ഇങ്ങനെയാണ് ബേസിക്കലി നമ്മൾ എന്ത് ചെയ്യുക? ക്ലാസിൻ്റെയും സ്ട്രക്ചറിൻ്റെയും നമുക്ക് അതിൻ്റെ വാല്യൂസ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ മെമ്പർ ഫംഗ്ഷൻസും മെമ്പർ വേരിയബിൾസ് ഉണ്ടാവുമല്ലോ, അതിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ആരോ ഓപ്പറേറ്റർ. ഇത് മാത്രം ഒന്ന് ഓർത്ത് വയ്ക്കുക. നമുക്ക് സ്പെഷ്യലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സ്റ്റാറും ഡോട്ടും നമ്മൾ ഒരുമിച്ച് യൂസ് ചെയ്യേണ്ടാവുന്ന രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ആരോ ഓപ്പറേറ്റർ. ഓക്കെ, അതിന് രണ്ടിൻ്റെ കോമ്പിനേഷൻ നമ്മൾ പറയുന്ന പേരാണ് ആരോ ഓപ്പറേറ്റർ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് സ്ട്രക്ചറിലും ക്ലാസ്സിലും മാത്രമേ നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ. ഓക്കെ, പോയിന്റർ വേരിയബിൾസിനാണ് മാത്രമാണ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ പഠിച്ചതെല്ലാം ഇതിനെ സ്റ്റാക്കിൽ അലോക്കേറ്റ് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇത്രയും സെയിം കാര്യത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹീപ്പിൽ നമ്മൾ എങ്ങനെ അലോക്കേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിനെ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യണം. ഓക്കെ, അതിനുശേഷം മൈ ഫംഗ്ഷൻ 2 എന്നാക്കി. അപ്പോൾ നമ്മുടെ മൈ ഫംഗ്ഷൻ 2 എന്നാക്കി കോൾ ചെയ്തു. അതിനുശേഷം ഞാൻ ഇവിടെ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹീപ്പിൽ അലോക്കേറ്റ് ചെയ്യണം. ഹീപ്പിൽ അലോക്കേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി എന്ത് ചെയ്യണം? ന്യൂ എന്ന കീവേഡ് യൂസ് ചെയ്യണം അല്ലേ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? ആദ്യം തന്നെ ഒരു പോയിന്റർ ഉണ്ടാക്കുകയാണ്. ഓക്കെ, അപ്പോൾ പോയിന്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്റ്റുഡൻറ്റ് ടൈപ്പിലാണ് ഞാനൊരു പോയിന്റർ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ സ്റ്റുഡൻറ്റ് SPTR ഈക്വൽ ടു ന്യൂ സ്റ്റുഡൻറ്റ് എന്ന് ഞാൻ എഴുതണം. ന്യൂ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു
ന്യൂ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്ത് കോൾ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു പുതിയൊരു സ്റ്റുഡൻറ്റിൻ്റെ ലെങ്ത്തിൽ സൈസിൽ നമുക്കൊരു മെമ്മറി അലോക്കേറ്റ് ചെയ്ത് നമുക്ക് തരും. ഓക്കെ, ഇനി ഇതിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ യെസ്, ഇതിൻ്റെ വാല്യൂ നമ്മൾക്ക് എന്ത് ചെയ്യണം, പ്രിൻറ്റ് ചെയ്യണം, വാല്യൂ നമ്മൾ അസൈൻ ചെയ്യണമല്ലോ. അപ്പോൾ SPTR ഓഫ് ആരോ മാർക്ക് ഇടുക, മാർക്ക് ഈക്വൽ ടു 100 എന്ന് ഞാൻ കൊടുത്തു. അതിനുശേഷം SPTR ഓഫ് നെയിം ഈക്വൽ ടു അനൂപ് എന്ന് ഞാൻ കൊടുത്തു. ഇതെല്ലാം സ്മോൾ ലെറ്റർ ഞാൻ കൊടുക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. അതിനുശേഷം ഞാൻ ഇത് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ബേസിക്കലി ഇത്ര ഇങ്ങനെ പ്രിൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇതേ സെയിം സാധനം തന്നെ യൂസ് ചെയ്തിട്ട് എനിക്ക് പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. G++ അടിച്ചു, അതിനുശേഷം /a അടിച്ച് കഴിഞ്ഞാൽ 100 അനൂപ് എന്ന് പറഞ്ഞിട്ട് 2 പ്രാവശ്യം പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് നമ്മൾ സ്റ്റാർ ഡോട്ട് എടുക്കുന്നത് ഫസ്റ്റത്തെ കാര്യം തന്നെയാണ്, അത് നമ്മൾ ആദ്യം ചെയ്താണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബേസിക്കലി ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്റ്റാക്കിൽ അലോക്കേറ്റ് ചെയ്യുന്നതാണ്. ആദ്യം ഒബ്ജക്റ്റ് ഉണ്ടാക്കിയതിനു ശേഷം അതിൻ്റെ സ്റ്റാക്കിൽ അലോക്കേറ്റ് ചെയ്യുന്നത്, ഇത് നമ്മൾ ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യും, ഹീപ്പിൽ നമ്മൾ അലോക്കേറ്റ് ചെയ്ത് വിടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഹീപ്പ് സ്റ്റാക്ക് അലോക്കേഷൻ, ഹീപ്പ് അലോക്കേഷൻ നമ്മുടെ ഇൻ കേസ് ഓഫ് സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ സ്ട്രക്ചറിൽ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി സെയിം കാര്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലാസ് വേരിയബിളിനെ എങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലാസ് ഉണ്ടാക്കാൻ പോവാണ്. ക്ലാസ് ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെയാണ് നമുക്ക് പോയിൻ്ററായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, വോയിഡ് മൈ ഫംഗ്ഷൻ 3 റെക്റ്റാങ്കിൾ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ റെക്റ്റാങ്കിൾ R1 ഓഫ് 10,10 എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കാൻ പോകണം, അല്ലെങ്കിൽ 10,20 എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കാൻ പോവാണ്. ഓക്കെ, ലെങ്ത് 20 വിഡ്ത്ത് 20 ആയിട്ടുള്ളൊരു റെക്റ്റാങ്കിൾ ഉണ്ടാക്കാൻ പോവാണ്. ഓക്കെ, അതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കും, ഒരു പോയിൻ്റർ വേരിയബിൾ ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ റെക്റ്റാങ്കിൾ ടൈപ്പിലാണ് ഒരു പോയിൻ്റർ വേരിയബിൾ ഉണ്ടാക്കേണ്ടത് അല്ലേ. അപ്പോൾ RPTR ഈക്വൽ ടു ആംപർസെൻറ്റ് ഓഫ് R1 എന്ന് പറയാൻ കൊടുത്തു. ഓക്കെ, അതിനുശേഷം നമ്മുടെ പ്രിൻറ്റ് ചെയ്യാൻ പോവാണ്, STD ഏരിയയാണ് പ്രിൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രിൻറ്റ് ചെയ്യുക, R പോയിൻ്റർ ആരോ മാർക്ക് ഗെറ്റ് ഏരിയ. ഓക്കെ, അതാണ് നമ്മൾ പ്രിൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ എന്ത് ആരോ മാർക്ക് യൂസ് ചെയ്തിട്ടാണ്, ആരോ ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തതിൻ്റെ ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ G++ ക്ലാസ് struct.cpp./a.out. ഓക്കെ, അപ്പോൾ മൈ ഫംഗ്ഷൻ 2 ആണ് ഇവിടെ കോൾ ചെയ്തിരിക്കുന്നത്, ഞാൻ മൈ ഫംഗ്ഷൻ 3 എന്നാക്കി ചെയ്തിട്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഏരിയ 200 എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, കാര്യം വർക്കാവുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, ഇത് ബേസിക്കലി ഒരു സ്റ്റാക്ക് അലോക്കേഷനാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യും, ഹീപ്പിൽ അലോക്കേറ്റ് ചെയ്യാൻ പോകാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഹീപ്പിലൂടെ അങ്ങനെ അലോക്കേറ്റ് ചെയ്യേണ്ടത് റെക്റ്റാങ്കിൾ ടൈപ്പിലുള്ള ഒരു ഒബ്ജക്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ റെക്റ്റാങ്കിൾ ഒബ്ജക്റ്റ് അല്ല, നമ്മളൊരു പോയിൻ്റർ ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ RPTR2 ഈക്വൽ ടു ന്യൂ റെക്റ്റാങ്കിൾ ഓഫ് നമ്മളിതിൻ്റെ കൺസ്ട്രക്ടറാണ് കോൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വാല്യൂസ് പാസ് ചെയ്യണം. അപ്പോൾ 20,30 എന്ന് പറഞ്ഞിട്ട് ഞാൻ പാസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഹീപ്പിൽ നമ്മളൊരു പോയിൻ്റർ നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, R.2 എന്ന് പറയുന്നത് എവിടെയായിരിക്കും നമ്മൾ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്, ഹീപ്പിലാണ് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ ഏരിയ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, STD_cout ഓഫ് ഏരിയ 2 എന്ന് എഴുതിയതിനു ശേഷം ഞാൻ R.2 ഓഫ് ഗെറ്റ് ഏരിയ, അപ്പോൾ ./a.out കൊടുത്തപ്പോൾ ഏരിയ 200 എന്ന് കിട്ടി, ഏരിയ 2 എന്ന് പറയുന്നത് 600 ആയി. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഇത് ഹീപ്പ് അലോക്കേഷനാണ് ഇവിടെ നടത്തിയില്ലേ. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഈ പോയിൻ്റർ വേരിയബിൾ ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ ഡിലീറ്റ് R.2. ഓക്കെ, ഡിലീറ്റ് R.2 എന്ന് പറഞ്ഞു കൊടുത്തു. കാരണം ഇവിടെ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അലോക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, സ്റ്റാക്കിലാണ് അലോക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ മൈ ഫംഗ്ഷൻ 3 റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കായി എന്ത് ചെയ്തോളും, അലോക്കേറ്റ് ചെയ്തായിക്കോളും. വേറെ ആർക്കെങ്കിലും അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും മെമ്മറി നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്. പക്ഷേ ഹീപ്പിലാണെങ്കിൽ അത് സംഭവിക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ അലോക്കേറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിതിനെ വീണ്ടും ആക്സസ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കാൻ നോക്കാം കേട്ടോ. ഏരിയ 2 എന്ന് പറഞ്ഞ സാധനം എന്ത് ചെയ്തു, 0 ആയി പോയി. ഓക്കെ, അപ്പോൾ നമ്മുടെ അലോക്കേഷൻ ഇവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ബേസിക്കലി ഇവിടെ നടക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ ഹീപ്പിലും സ്റ്റാക്കിലും നമ്മൾക്ക് അലോക്കേഷൻ നടത്തുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. കമൻറ്റ് സെക്ഷനിൽ ഞാൻ അതിൻ്റെ ആൻസർ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ വരും. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പുതിയൊരു ടോപ്പിക്കായിട്ട് വരും. ഓക്കെ, അപ്പോൾ ബൈ.